6 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മഞ്ഞുരുകുകയാണ്. അതിർത്തിയിലെ സംഘർഷങ്ങൾക്കിടയിലും ബെയ്ജിങ്ങിനായി ഡൽഹി വീണ്ടും വാതിലുകൾ തുറന്നിടുകയാണ്. 2020 ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിരുന്ന കർശന വിലക്കുകളിൽ മോദി സർക്കാർ ഇപ്പോൾ ഇളവുകൾ വരുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എന്ന് ചോദിച്ചാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം സൗഹൃദമാണോ അതോ ഇന്ത്യയുടെ തന്നെ ആവശ്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ഇപ്പോൾ അനിവാര്യമാണ് എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം സർക്കാർ ഉടമസ്ഥതയിലുള്ള ഊർജ കൽക്കരി കമ്പനികൾക്ക് ചൈനീസ് ഉപകരണങ്ങൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും ഇതോടെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രധാനമായും ഊർജ മേഖലയിലെയും കൽക്കരി ഖനന മേഖലയിലെയും നിർണായക ഉപകരണങ്ങൾക്കാണ് ഈ ഇളവ് ബാധകമാവുക. എന്നാൽ ഇതൊരു പൂർണ്ണമായ തുറന്നു കൊടുക്കലല്ല. കേസ് ടു കേസ് അടിസ്ഥാനത്തിൽ, അതായത് ഓരോ ആവശ്യവും പ്രത്യേകം പരിശോധിച്ച ശേഷമായിരിക്കും ചൈനീസ് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുക. അപ്പോൾ സർക്കാർ വൃത്തങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് തന്നെയാണ്. അത് ദേശീയ താല്പര്യം മുൻനിർത്തിയിട്ടുള്ള ഒരു തീരുമാനം എന്ന് തന്നെയാണ്. അല്ലാതെ സൗഹൃദത്തിന്റെ മേമ്പൊടിയൊന്നും കൊടുത്തിട്ടില്ല. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി തടയുന്നത് ഇന്ത്യയുടെ ഉൽപാദന ശേഷിയെ തന്നെ ദോഷകരമായി ബാധിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഈ മനംമാറ്റത്തിന് പിന്നിൽ. ഇതിനൊരു വലിയ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. 2020 ജൂണിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിർത്തിയിലുണ്ടായ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളെ തുടർന്ന് ഇന്ത്യ ചൈനയ്ക്കെതിരെ കടുത്ത നിലപാടെടുത്തിരുന്നു. അന്ന് ഒരുപാട് ഉപരോധങ്ങൾ ചൈനയ്ക്ക് മേൽ ഇന്ത്യ എടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയുടെ സർക്കാർ കരാറുകളിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഏകദേശം 700 മുതൽ 750 ബില്യൺ ഡോളർ വരെ മൂല്യമുള്ള ഇന്ത്യയുടെ സർക്കാർ വിപണിയിൽ നിന്ന് ചൈനീസ് കമ്പനികൾ ഇതോടെ പുറത്തായി. സുരക്ഷാ അനുമതികളും രാഷ്ട്രീയ ക്ലിയറൻസുകളും നിർബന്ധമാക്കിയതോടെ ചൈനീസ് കമ്പനികൾക്ക് ഇവിടെ ബിസിനസ് അസാധ്യമായി. ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷന്റെ കണക്കുകൾ പ്രകാരം 2021 മാത്രം ചൈനീസ് കമ്പനികൾക്ക് ലഭിച്ചിരുന്ന പ്രൊജക്റ്റുകളിൽ 27% ഇടിവാണ് ഉണ്ടായത്. എന്നാൽ അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് ഇപ്പോൾ അയവ് വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് നയപരമായിട്ടുള്ള ഈ മാറ്റത്തിന് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ഈ തീരുമാനം ചൈനയോടുള്ള പെട്ടെന്ന് പൊട്ടിമുളച്ച സ്നേഹം കൊണ്ടല്ലെന്നുള്ളത് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കും. ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാനുള്ള പ്രായോഗിക ബുദ്ധി മാത്രമാണിത്. 2030 500 ജിഗാവാട്ട് ഫോസിൽ ഇതര ഇന്ധന ശേഷി കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. എന്നാൽ നിലവിൽ പല പവർ പ്ലാന്റുകളും ഉപകരണങ്ങളുടെ ക്ഷാമം കാരണം പ്രതിസന്ധിയിലാണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ പവർ ട്രാൻസ്മിഷൻ പദ്ധതികളും ട്രാൻസ്ഫോമറുകളുടെയും റിയാക്ടറുകളുടെയും കാര്യത്തിൽ ഏകദേശം 40% ക്ഷാമം നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ. അപ്പോൾ ചൈനയിൽ നിന്നുള്ള ഘടകഭാഗങ്ങൾ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പല വൻകിട പദ്ധതികളും പാതി വഴിയിൽ മുടങ്ങും. നവഭാരത് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഉന്നത ഉദ്യോഗസ്ഥരുടെ സമിതി ഈ ഇളവുകൾക്ക് അംഗീകാരം നൽകിക്കഴിഞ്ഞു. ഔദ്യോഗിക ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നുള്ള കാര്യവും സത്യമാണ്. എന്തായാലും ചുരുക്കത്തിൽ അതിർത്തിയിലെ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും രാജ്യത്തിന്റെ വികസനത്തിന് ചൈനീസ് സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും അനിവാര്യമാണെന്ന യാഥാർത്ഥ്യം ഇന്ത്യ അംഗീകരിക്കുകയാണ്. സമ്പൂർണമായൊരു വിപണി തുറക്കലല്ല ഇത്, മറിച്ച് ഇന്ത്യയുടെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം മാത്രമാണിത്. വരും ദിവസങ്ങളിൽ ഈ തീരുമാനം ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരിക എന്ന് നമുക്ക് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.